ഡെപ്യൂട്ടി കളക്ടർ ആശ നമ്മോടൊപ്പം ചേരുകയാണ്. ആശ, ഈ അപകടം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പല പല റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. കാറിനുള്ളിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നുവെന്ന് ഉള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാരണം സംബന്ധിച്ചും പല അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്താണ് പറയാൻ കഴിയുന്നത്? കാറിൽ 7 പേരാണ് ഉണ്ടായിരുന്നത്. 5 പേര് സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ബാക്കി 3 പേര് ഹോസ്പിറ്റലിലുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിവരങ്ങളൊന്നും ഇതെങ്ങനെ ഉണ്ടായെന്നുള്ളതൊന്നും നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന പരിക്കേറ്റവരുടെ വിവരങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. കളക്ട് ചെയ്യുന്നുണ്ട് വിവരങ്ങൾ. ഞങ്ങളിപ്പം വണ്ടാനം മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ്. ആശ, മറ്റൊന്ന് ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം. 2 പേര് അതെ. പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഏത് തരത്തിലായിരിക്കും? ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ബാക്കി പറയാം. മറ്റൊന്ന്, ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യേണ്ടതുണ്ട്. അത് വേഗത്തിൽ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ്. അവർക്ക് നിലവിലെ ആശുപത്രിയിൽ തന്നെ അതിൻ്റെ ചികിത്സ ലഭ്യമാക്കണോ, അതോ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ. ഇപ്പോൾ നിലവിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. ആവശ്യമുണ്ടെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്യുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇത്രയും വലിയൊരു അപകടം, ആ കാറിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത് സംബന്ധിച്ച്, അതായത് അപകട കാരണം ഇത് സംബന്ധിച്ചൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ടല്ലോ. അതെ. ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാ? ഹോസ്പിറ്റലിലേക്ക് പോവുകയാണോ ആശ? അതെ, വണ്ടാനം മെഡിക്കൽ കോളേജ്. ഓക്കെ, ശരി, വളരെ നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും ഷാജഹാനിലേക്ക് തന്നെ പോവുകയാണ്. ഷാജഹാൻ, ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞതുപോലെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. കൂടുതൽ വിവരങ്ങൾ നാളെ പറയാൻ കഴിയും. കാരണം ലക്ഷദ്വീപ് സ്വദേശിയൊക്കെ മരിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തെ വിവരം അറിയിക്കേണ്ടതുണ്ട്. നിരവധി നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. അതെല്ലാം നാളെയോടുകൂടി ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തും എന്നാണ് ഇപ്പോൾ ആശ പറഞ്ഞത്.